ഹലോ എവരിവൺ, എല്ലാവർക്കും ദിശ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. SSC CHSL 2024 ക്രാഷ് കോഴ്സിലെ മാത്സിൻ്റെ ക്ലാസ്സുകളാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത്. ഇതിനോടൊക്കെ ഒരുപാട് ചാപ്റ്റേഴ്സ് 10-12 ചാപ്റ്റേഴ്സ് നമ്മൾ ചെയ്തു കഴിഞ്ഞു. അതിൻ്റെ ബാക്കി ചാപ്റ്റേഴ്സാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഫുൾ ചാപ്റ്ററായിട്ട് ഫുൾ പഠിക്കാനുള്ള നിങ്ങളുടെ സിലബസിലുള്ള ചാപ്റ്റേഴ്സ് എല്ലാം എടുത്ത് അതിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ക്രാഷ് കോഴ്സാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് ആൻഡ് ഡിസ്കൗണ്ട്. വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ഇതിൽ നിന്നും നിങ്ങൾക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നിന്ന് അതിൻ്റെ ഡിസ്കൗണ്ടിൽ നിന്ന് 3 ക്വസ്റ്റ്യൻ വരെ എന്ത് ചെയ്യാം, 3 ക്വസ്റ്റ്യൻ വരെ പ്രതീക്ഷിക്കാം 25. അപ്പോൾ അത് വളരെ ഏകദേശം 10% കൂടുതൽ വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്ററാണ്. അപ്പോൾ ഇത് നന്നായിട്ട് പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് പെർസെൻറ്റേജിൽ ഉള്ള അറിവ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പെർസെൻറ്റേജ് ആൻഡ് റേഷ്യോ ആണ് ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ എല്ലാ അരിത്തമെറ്റിക് ചെയ്യാനും പഠിക്കേണ്ട കാര്യം. അപ്പോൾ അത് രണ്ടും നല്ല സ്ട്രോങ് ആയിട്ടുള്ളവർക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് എളുപ്പമായിരിക്കും. അപ്പോൾ അതിൻ്റെ എല്ലാം ക്ലാസ്സുകൾ റേഷ്യോയുടെയും പെർസെൻറ്റേജിൻ്റെ എല്ലാം ഈ ഒരു പ്ലേലിസ്റ്റിൽ ഓൾറെഡി അവൈലബിൾ ആണ്. ഇനി നിങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ ക്ലാസ്സുകളാണ് കാണേണ്ടത്, അപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് വരത്തില്ല. നിങ്ങൾക്ക് ഞാൻ എന്ത് ചെയ്യാം, എന്തൊക്കെ ക്ലാസ്സുകളാണ് കാണേണ്ടത് എന്നുള്ള കാര്യം എന്ത് ചെയ്യാം, ഞാനിപ്പോൾ നിങ്ങൾക്ക് ലൈവായിട്ട് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ഇതിൽ കാണിച്ചു തരാം. ഓക്കെ, യൂട്യൂബ് എടുക്കുക. ഓക്കെ, യൂട്യൂബ് എടുക്കുക. എന്നിട്ട് ഫസ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ദിശ അക്കാഡമി സെർച്ച് ചെയ്യുക. ദിശ അക്കാഡമി എന്ന് സെർച്ച് ചെയ്യുക. ഓക്കെ, പ്രോഫിറ്റ് ആൻഡ് ലോസ് ദിശ അക്കാഡമി. ഓക്കെ, അപ്പോൾ അതിലെ ഈ ക്ലാസ് ആണ് നിങ്ങൾ ആദ്യം കാണുന്നത്. ഏറ്റവും ബേസ് ആയിട്ട് കാണുന്നത് 2 മണിക്കൂറിൻ്റെ ക്ലാസ്സാണ്. 2 മണിക്കൂറിൻ്റെ ക്ലാസ്സാണ് ഈ ക്ലാസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് SSC GDക്ക് വേണ്ടി ചെയ്തിട്ടുള്ള ഈ 2 മണിക്കൂറിൻ്റെ ക്ലാസ്. ഇനിയും ചെയ്തിട്ടുണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ ഈ ഒരു CGL 2024 എന്ന് പറഞ്ഞിട്ട് ഈ ക്ലാസ് നമ്പർ 8, അതേപോലെ ക്ലാസ് നമ്പർ 9, ക്ലാസ് നമ്പർ 10, ക്ലാസ് നമ്പർ 11, അതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ ഇത്രയും ക്ലാസ്സുകൾ നിങ്ങൾ കാണും. പിന്നെ MTSന് വേണ്ടി ചെയ്തിട്ടുണ്ട്, അതൊക്കെ നിങ്ങൾക്ക് സെർച്ച് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ മെയിനായിട്ട് കാണേണ്ടത് ഈ ഒരു 4 ക്ലാസ്. ഈ CGL 2024 ഈ പ്ലേലിസ്റ്റ് ആണ്. CGL CHSL 2024 പ്ലേലിസ്റ്റിലെ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3, പാർട്ട് 4 എന്ന് പറഞ്ഞിട്ട് കംപ്ലീറ്റ് ആയിട്ട് ബേസിക് ആയിട്ടും ചെയ്തിട്ടുണ്ട്. ഈ ക്ലാസ്സും ഇത് ഇത്രയും മസ്റ്റായിട്ട് നിങ്ങൾ കണ്ടിരിക്കണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഈ ക്ലാസ് വിടാകുമ്പോൾ നിങ്ങൾ എന്താവും, പ്രാക്ടീസ് കുറച്ച് സെറ്റ് ആവും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത നമ്മുടെ ക്ലാസ്സിലോട്ട് പോകാം. ഓക്കെ, നമുക്ക് മുന്നോട്ട് പോകാം. ഓക്കെ, അപ്പോൾ ഇത്രയും ക്ലാസ്സിലാണ് നിങ്ങൾ കാണേണ്ടത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ക്ലാസ്സുകൾ CGLൻ്റെയും CHSLൻ്റെയും റെയിൽവേയുടെ എല്ലാം ക്ലാസ്സുകളും ദിശ ഓൺലൈൻ എന്ന് പറയുന്ന ആപ്ലിക്കേഷനകത്ത് ദിശ അക്കാഡമി എന്ന് സെർച്ച് ചെയ്യുക. ദിശ ഓൺലൈൻ എന്ന് പറഞ്ഞ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. അതിനകത്ത് ഒരുപാട് ക്ലാസ്സുകളുണ്ട്. നിങ്ങൾക്ക് അതെല്ലാം കണ്ട് അതിൻ്റെ ക്വാളിറ്റി കണ്ട് ഡെമോ ക്ലാസ്സസ് ഒക്കെ കണ്ട് ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. CHSLൻ്റെ പെയ്ഡ് ബാച്ചിൻ്റെ ഡീറ്റെയിൽസ് ആണ്. 1 മാസം കൊണ്ട് നിങ്ങൾക്ക് മാക്സിമം കണ്ടന്റ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഫൗണ്ടേഷൻ ബാച്ച് പ്ലസ് നിങ്ങളുടെ CHSL പ്രാക്ടീസ് ബാച്ച് അടിപൊളിയായിട്ട് ഇപ്പം പോകുന്നുണ്ട്. ഓക്കെ, അപ്പം വിവിധങ്ങളായിട്ടുള്ള ലാസ്റ്റ് ഇയർ ചോദിച്ച എല്ലാ ക്വസ്റ്റ്യൻസും CHSLൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് സെറ്റായിട്ട് പോകുന്ന ഒരു ബാച്ചാണ്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കോഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അതെല്ലാം നിങ്ങൾ യൂസ് ചെയ്യുക. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കാം. സെല്ലിംഗ് പ്രൈസ്. അപ്പം ഞാൻ പറയുന്നു ഇതൊരു ക്രാഷ് കോഴ്സാണ്. നമ്മൾ എങ്ങനെ ആയിരിക്കണം ഇത് ചെയ്യേണ്ടത്. അപ്പം അതിന് ചെയ്യുന്നതിന് മുമ്പേ ആൾക്കാർ നിങ്ങൾ കാണേണ്ട വീഡിയോസാണ് ഞാൻ കാണിച്ചു തന്നത്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഈ ചെയ്യുന്ന മെത്തേഡ്സ് എല്ലാം നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തോന്നുകയും ചെയ്യും. ഓക്കെ, ഇപ്പോൾ ബാക്കി എല്ലാ ചാപ്റ്ററും നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റ് ജസ്റ്റ് ചെക്ക് ചെയ്യുക. സീരിയസ് ആയിട്ടുള്ളവർക്ക് വേണം എന്നുള്ളവർക്ക് അത് കണ്ടുപോകാം. അപ്പോൾ എത്ര പേര് അത് കണ്ടുപോകുന്നു അവർക്ക് എല്ലാവർക്കും എക്സാമിന് വളരെ ഈസി ആയിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. അതെല്ലാവരും നിങ്ങൾ കാണുന്നവർ സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്നവർ ഇനിയും ഫോളോ ചെയ്യാൻ എനിക്കറിയാം. അപ്പോൾ അങ്ങനെ കാണുന്നവർ എന്ത് ചെയ്യണം, അത് എക്സാം കഴിഞ്ഞിട്ട് നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ്സിൽ നിന്ന് എന്തായാലും ക്വസ്റ്റ്യൻസ് വരും. ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടെങ്കിൽ കാര്യം അത്രത്തോളം ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങൾക്ക് ചെയ്യുന്നുണ്ട്. വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അത് പറയാം. ഓക്കെ, ഇത് പെയ്ഡ് ആയാലും ഇതായാലും. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കാം. സെല്ലിംഗ് പ്രൈസ് ഓഫ് എ വാച്ച് ഇത്രയാണ്. അതിൻ്റെ പ്രോഫിറ്റ് പെർസെൻറ്റേജ് 10% ആണ്. ഇഫ് ദ സെല്ലിംഗ് പ്രൈസ് ഇത്രയാണെങ്കിൽ വാട്ട് വിൽ ബി ദ ലോസ് പെർസെൻറ്റേജ്. അപ്പം നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 1056 പ്രോഫിറ്റ് ആണ്. 11, 10, 0 ഓക്കെ, 11, 10, 0 പോവും, 11 പോവും, 880, 1056, 1080, 886, 880, 1056. ഓക്കെ, 11 വെച്ച് കിട്ടുമ്പോൾ 9
9 6 11 ചുറ്റുമ്പോൾ 80. ഓക്കെ 5 6 1/6 16 2/7%, 16.66%. അപ്പോൾ ഇതെങ്ങനെ ചെയ്തത്? നമുക്ക് പ്രോഫിറ്റോ ലോസോ വേണമെങ്കിൽ എന്ത് മതി? നമ്മുടെ സൊല്യൂഷൻ പറഞ്ഞാൽ ഇത്രയും മതി. സൊല്യൂഷൻ പറഞ്ഞാൽ ഇതാണ് സൊല്യൂഷൻ, എക്സാം സൊല്യൂഷൻ ഇതാണ്. ഓക്കെ, നീ അല്ലാതെ ചെയ്യുന്ന എങ്ങനെ? അല്ലാത്തൊരു ചെയ്യുന്ന എങ്ങനെ ആയിരിക്കും? ബേസിക് മെത്തേഡ് എന്തായിരിക്കും? കോസ്റ്റ് പ്രൈസിന്റെ സെല്ലിംഗ് പ്രൈസിന്റെ റേഷ്യോ എടുക്കുക. കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഈ 1056 എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ്റ്റ് പ്രൈസിന്റെ 10% പ്രോഫിറ്റ് ആണ്. 110%, അതായത് 11 നമുക്ക് എന്ത് വേണം? 10ന്റെ വാല്യൂ വേണം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ ക്ലാസ് കാണിച്ചു തന്നിട്ടുണ്ട്, എന്താ ചെയ്യേണ്ടത് എല്ലാം. പെർസെൻറ്റേജും കൂടി ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ആ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതേപോലെയൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ 11 ഇപ്പുറത്ത് പോകുമ്പോൾ എന്താവും? 11 ഗുണം 880 800, അതായത് 88, 2 0 വരും, അതിലൊരു 0, ഈ ഒരു 0 കളഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഡയറക്റ്റ് എന്ത് ചെയ്തത്. പിന്നെ ഇത് 11, 88 11 ഉണ്ട്, ഇതിനകത്ത് ഒന്നുണ്ട് 6 6 11 ഉണ്ട്. 11 വെച്ചിട്ടുമ്പോൾ 96 കിട്ടും, ഇത് 80 കിട്ടും. റേഷ്യോ എടുക്കും നമുക്ക് 6 റേഷ്യോ 16 വെച്ചിട്ടുമ്പോൾ 6/5 കിട്ടും. അത് കോസ്റ്റ് പ്രൈസ് 5 ആണെങ്കിൽ വിറ്റത് എത്രയാണ്? 5-ലാണ്. കോസ്റ്റ് പ്രൈസ് 6 ആണെങ്കിൽ വിറ്റത് 5-ലാണ്. അപ്പോൾ എത്രയാണ് നഷ്ടം? ഒന്ന് നഷ്ടം എത്രയില്? 6-ല് 1/6 16 2/7. അപ്പോൾ ഈ ഒരു ചെറിയ ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യുന്ന മെത്തേഡും നിങ്ങൾ അല്ലാതെ പഠിച്ചിട്ടുള്ള മെത്തേഡും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. എത്ര സ്പീഡ്. അപ്പോൾ ഈ കാര്യം തന്നെ, ഇതാണ് നമ്മുടെ ബേസിക് മെത്തേഡ്. നമ്മുടെ ബേസിക് മെത്തേഡും നമ്മുടെ എക്സാം മെത്തേഡും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ? അത്ര സ്പീഡിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യാൻ പറ്റും. അതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നത്. ഓക്കെ, ഇപ്പോൾ ഇന്ന് കുറച്ച് നല്ല ക്വസ്റ്റ്യൻസ് ഉണ്ട്. എല്ലാം ഡിസ്കൗണ്ടും ഡിസോണസ്റ്റും എല്ലാം ചെയ്യുന്നുണ്ട്. എ ഷോപ്പ് കീപ്പർ ഗീവ്സ് 2 സക്സീവ് ഡിസ്കൗണ്ട്. ഇതാണ് മാർക്ക് പ്രൈസ്. ഫസ്റ്റ് ഡിസ്കൗണ്ട് ഇത്രയാണ്, കസ്റ്റമർ പേസ് ഇത്രയാണ്. വാട്ട് ഈസ് എ സെക്കൻഡ് ഡിസ്കൗണ്ട്? ഇപ്പോൾ ഫസ്റ്റ് ഡിസ്കൗണ്ട് 10 ആണെങ്കിൽ ഇത് കാണുമ്പോൾ തന്നെ 10% ഡിസ്കൗണ്ട് ഉണ്ടെങ്കിൽ ഇതിനകത്ത് നിന്ന് 10%, 275 10%, പെർസെൻറ്റേജ് പഠിക്കണം. ചെയ്തിട്ടുണ്ട്. 275 കുറയ്ക്കുന്നതിനകത്ത് നിന്ന് ആദ്യം 250 കുറയ്ക്കുമ്പോൾ നമുക്ക് 2500, പിന്നെ ഒരു 25 കൂടെ 2475. അതിൽ നിന്ന് എത്രയായി? 2103.75 ആയി. ഞാൻ നോക്കുമ്പോൾ എത്രയാണ്? ഒരു 300 നോക്കണ്ട, 370 സംതിങ് ആണ്. അപ്പോൾ ഇതിൻ്റെ 10% എന്ന് പറഞ്ഞാൽ 247, 5% എന്ന് പറഞ്ഞാൽ ഏകദേശം 240, ഒരു 120, 240, 340, 360, 370. ഓക്കെ, അപ്പോൾ 15% അടുത്ത് വരുന്ന ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷനേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു, എൻ്റെ സൊല്യൂഷൻ കഴിഞ്ഞു. ഇതായിരിക്കണം നിങ്ങളുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഇത്രയും ബെസ്റ്റ് സൊല്യൂഷൻ നിങ്ങൾക്ക് എവിടെയും കിട്ടത്തില്ല. അപ്പോൾ അതെല്ലാം ഇവിടെ പറയുന്നുണ്ട്. നിങ്ങൾ ആ പെർസെൻറ്റേജ് ക്ലാസ് കണ്ടാൽ ഇപ്പോൾ ഇവിടെ നോക്കി, ഇതിൽ നിന്ന് ഇത് എത്ര കുറവാണെന്നാണ് ചോദിച്ചേക്കുന്നത്, അല്ലെ ഡിസ്കൗണ്ട് എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പോൾ കുറയുന്ന എത്ര? 247. ഞാനിവിടെ അപ്രോക്സിമേറ്റ് എടുക്കുന്നുള്ളൂ. കാര്യം 10% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 247.5. അത്രയല്ല കുറഞ്ഞേക്കുന്നത്. കാര്യം 300-ൽ കൂടുതൽ കുറഞ്ഞിട്ടുണ്ട്. 2100 ആക്കിയാലും 370, അല്ലേ? 370 സംതിങ് ആണ് റഫിൽ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ 10% 247. 12 എന്ന് പറഞ്ഞാൽ 24 കൊണ്ട് 50 കൊടുത്തോളൂ. മനസ്സിലായോ? 300 ആവത്തുള്ളൂ. കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ടുള്ള സാധനം ഇതാണ് 15. അതുകൊണ്ടാണ് ഓപ്ഷൻ എന്ന് പറയുന്ന സംഭവം വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ പഠിക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഫൗണ്ടേഷൻ ബാച്ചിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഫൗണ്ടേഷൻ മുതൽ സെറ്റ് ആക്കിയിട്ടുള്ളത്. ഇതൊക്കെ ഒരു എന്താണ് പറയുന്നത്, ഒരു ആർട്ടാണ്. ഇതെന്ന് പറഞ്ഞാൽ കാൽക്കുലേഷനും നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നതൊക്കെ എന്താണ്, ഒരു ആർട്ടാണ്. അപ്പോൾ അത് നിങ്ങൾ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നു, നമ്മൾ കലകളൊക്കെ പഠിക്കത്തില്ല, അതേപോലുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഇത് എനിക്ക് നിങ്ങളെ എങ്ങനെ വേണമെങ്കിലും ഇത് എത്ര സ്പീഡിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ. അത് നിങ്ങൾ എത്രത്തോളം മനസ്സിലാക്കുന്നു, നിങ്ങൾ മാത്സിനെ എങ്ങനെ കാണുന്നു, മാത്സിന് ഇൻട്രസ്റ്റ് വരാനുള്ള കാര്യങ്ങളും എല്ലാം നമ്മുടെ ആ ഒരു ക്ലാസ്സുകളിൽ പറയുന്നുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സ് വെച്ചാൽ ഇതേപോലത്തുള്ള കിടിലം മെത്തേഡ്സ്, എല്ലാ ക്വസ്റ്റിനും നമുക്ക് അടിപൊളി മെത്തേഡ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് എത്തിക്കാൻ, നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രശ്നം. എനിക്ക് തരാൻ വേണ്ടി ഒരുപാട് കണ്ടന്റുകളുണ്ട്, പക്ഷെ അതൊക്കെ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഭയങ്കര സ്പീഡാണ് സംഭവം ഇതല്ല എന്നൊക്കെ പറയും. അതുകൊണ്ടാണ് ഞാൻ അധികം നിങ്ങൾക്ക് ക്ലാസ്സുകൾ എന്ത് ചെയ്യാത്തത്, പെയ്ഡ് ബാച്ചിൽ കൂടുതൽ കൊടുക്കണം. ഓക്കെ, അപ്പോൾ അതെന്ത് ചെയ്യണം, നിങ്ങൾ നന്നായിട്ട് പഠിച്ച് സെറ്റായിട്ട് വരണം. അതുകൊണ്ടാണ് എല്ലാ ക്ലാസ്സിലും കണ്ടിട്ട് വരണം എന്ന് പറയുന്നത്. അടുത്ത് ഡിസോണസ്റ്റ് ഡീലർ. നമ്മളൊരു കാൽക്കുലേഷൻ ചെയ്തില്ല. ഡിസോണസ്റ്റ് ഡീലർ ഇത്രയാണ് ലോസ് ഓൺ കോസ്റ്റ് പ്രൈസ്. ഇപ്പോൾ ഡിസോണസ്റ്റ് ഡീലറിൻ്റെ ക്ലാസ് ചെയ്തിട്ടുണ്ട് കേട്ടോ, അത് ഞാൻ കാണിച്ചിട്ടുണ്ടോ? ഡിസോണസ്റ്റ് ഡീലറും എല്ലാം നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ഇതിനകത്തുണ്ട്. ഡിസോണസ്റ്റ് ഷോപ്പ് കീപ്പർ, ഡിസോണസ്റ്റ് ഡീലർ, ദിശ അക്കാഡമി, എല്ലാത്തിൻ്റെയും കൂടെ ദിശ അക്കാഡമി സെർച്ച് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടുന്ന ടോപ്പിക്ക്. അപ്പോൾ എൻ്റെ ക്ലാസ് ഉണ്ടെങ്കിൽ അതെടുത്ത് കാണുക, സെറ്റായിരിക്കും. അതായത് തന്നെ ഡിസോണസ്റ്റ് ഇതാണ് മാത്സിൻ്റെ ഡിസോണസ്റ്റ് ഷോപ്പ് കീപ്പർ. ഇതിനകത്തുണ്ട്. നമ്മൾ ആ ഒരു 4 വീഡിയോ പറഞ്ഞില്ലേ ക്ലാസ് നമ്പർ 15 CGL-നകത്ത്, ഇതിനകത്തൊന്നുണ്ട് ഡിസോണസ്റ്റ് ഡീലർ എല്ലാം ഉണ്ട്. സെയിം സെല്ലിംഗ് പ്രൈസ്, 48 മിനിറ്റിൻ്റെ ക്ലാസ്സിലാണ്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ വേറെ എവിടെയും പോകണ്ട. അതും ഇതും നിങ്ങൾക്ക് എന്താവും, സെറ്റാവും മാത്സ്. പിന്നെ നിങ്ങൾ വേറെ എവിടെയും പോകേണ്ട ആവശ്യമില്ല. എല്ലാം നിങ്ങൾക്ക് യൂട്യൂബിലും ഉണ്ട്. പിന്നെ നമ്മുടെ അങ്ങനെ പഠിക്കുന്നവർക്ക് അവിടെ എന്താണ് സെറ്റായിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഡിസോണസ്റ്റ് ഡീലർ, ഇപ്പോൾ ഇതൊന്നും ഞാൻ കൺസെപ്റ്റ് ഒന്നും പറയുന്നില്ല. 12% ലോസ് ആണ് എന്ന് പറഞ്ഞാൽ 1/8 ആണ്. 8ന്റെ സ്ഥാനം എത്ര വയ്ക്കുന്നത്? അല്ല, കയ്യിൽ നിന്ന് പോകുന്നത് 8 ആണെങ്കിൽ കിട്ടുന്ന എത്ര ആയിരിക്കും? 7 ആയിരിക്കും. പക്ഷേ യൂസസ് 28 ഗ്രാം വെയിറ്റ് ഇൻസ്റ്റെഡ് ഓഫ് 36. അല്ല, കയ്യിൽ നിന്ന് എത്ര പോകും? 28 പോയാൽ കിട്ടുന്നത് 36 ആണ്. റേഷ്യോ എടുക്കുമ്പോൾ 4 വെച്ചിട്ടുമ്പോൾ 7:9 കിട്ടും. 7 വെട്ടിപ്പോയി. അപ്പോൾ നമുക്ക് ഫൈനലായിട്ട് എന്ത് വരും? 8 കയ്യിൽ നിന്ന് പോയാൽ 9 കിട്ടും. എത്രയാണ് ലാഭം? 1 ആണ് ലാഭം. എത്രല്ലേ? 8-ല് 1/8 എന്ന് പറഞ്ഞാൽ 12.5% ഗെയിൻ. ഇത്ര സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റും ചെയ്യാൻ പറ്റും. ബൈ സെല്ലിംഗ് 27 ഐറ്റം, ഷോപ്പ് കീപ്പർ ഗെയിൻസ് സെല്ലിംഗ് പ്രൈസ് 4 ഐറ്റം, ഗെയിം പെർസെൻറ്റേജ്. അപ്പോൾ ഞാൻ
പേന എടുക്കാതെ ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. ഒരെണ്ണത്തിന്റെ സെല്ലിംഗ് പ്രൈസ് 1 24 കിട്ടും, 24 കിട്ടും. സെല്ലിംഗ് പ്രൈസ് ഓഫ് 4 ഐറ്റമാണ് കിട്ടുന്നത്, 4 കിട്ടും. സെല്ലിംഗ് 24 ഐറ്റംസ്, 24 ഐറ്റംസിന്റെ സെല്ലിംഗ് പ്രൈസ് 24 എന്ന് വെച്ചോ. അങ്ങനെ ഗെയിൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4. അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ സെല്ലിംഗ് പ്രൈസ് ഉണ്ടെങ്കിൽ കോസ്റ്റ് പ്രൈസ് അങ്ങനെയൊക്കെ തരും. അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് എന്ത് വരും? ഒരു ഡൗട്ട് വരും. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും പഠിപ്പിക്കുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോഫിറ്റ് ആണ്. പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് ആണ്. ഇവിടെ പ്രോഫിറ്റ് എത്ര കിട്ടിയേ? 4 എണ്ണത്തിന്റെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കോസ്റ്റ് പ്രൈസ് സെല്ലിംഗ് പ്രൈസ് 24 എണ്ണത്തിന്റെ സെല്ലിംഗ് പ്രൈസ് മൈനസ് ഒരെണ്ണത്തിന്റെ സെല്ലിംഗ് പ്രൈസ് SP ആണെങ്കിൽ 24 എണ്ണത്തിന്റെ സെല്ലിംഗ് പ്രൈസ് 24 SP മൈനസ് 24 എണ്ണത്തിന്റെ കോസ്റ്റ് പ്രൈസ്. നമുക്ക് എന്താ ഗെയിൻ പെർസെന്റേജിന് എന്ത് മതി? കോസ്റ്റ് പ്രൈസിന്റെ സെല്ലിംഗ് പ്രൈസിന്റെ റേഷ്യോ മതി. ഇതായിരിക്കും നിങ്ങൾ ഞാൻ ആദ്യം ബേസിക്കലി പഠിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ 20 SP, ഇവിടെ 24 CP. അപ്പോൾ 20 SP ഈക്വൽ 24 CP. അപ്പോൾ CP ബൈ SP എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? CPയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ SPയുടെ കൂടെ കിടക്കുന്നത് എത്രയാണ്? 20 ബൈ 24 5/6 എന്ന് എഴുതാം. കോസ്റ്റ് പ്രൈസ് 5 ആണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് 6 ആണ്. നമുക്ക് ലാഭം എത്രയാണ്? 1 ആണ്. എത്രല്ലേ? 5. കോസ്റ്റ് പ്രൈസിലാണ് നമ്മൾ പ്രോഫിറ്റ് പറയുന്നത് 1/5 എന്ന് പറഞ്ഞാൽ 20%. അപ്പോൾ ആ ക്ലാസ്സുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ എന്താണ് പടപടാന്ന് ചെയ്യാൻ പറ്റും. സതീഷ് 35 നോട്ട്ബുക്ക് ഇത്രയും വാങ്ങി, സോൾഡ് 28 എണ്ണം 600. ഫൈൻഡ് ദ പെർസെൻറ്റേജ് ഗെയിൻ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് സെയിം സാധനം തന്നെ സെയിം നമ്പർ ഓഫ് ഐറ്റം വാങ്ങി അതേ നമ്പർ ഓഫ് ഐറ്റംസ് വിറ്റാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ ഒരു പ്രോഫിറ്റ്, അവിടെ ഒരു ട്രാൻസാക്ഷൻ നടന്നെന്ന് പറയാം. അവിടെ പ്രോഫിറ്റോ ലോസോ ഉണ്ടാവും. 35 എണ്ണത്തിന് 700 രൂപയാണെങ്കിൽ ഒരെണ്ണത്തിന് എത്ര രൂപയാണ്? 700 ബൈ 35 20 രൂപയാണ് ഒരെണ്ണത്തിന്റെ വില. 28 എണ്ണത്തിന് 600 ആണെങ്കിൽ ഒരെണ്ണത്തിന് വില എത്ര? 600 ബൈ 28. അപ്പോൾ റേഷ്യോ എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 600 ബൈ 28 ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ 560. ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് 560 ആവും. ഇതൊക്കെ മൈൻഡ് ചെയ്യും. 560 ആവും. ഇവിടെ 600 ആവും. ഒരു 0 മാറ്റുക. 56 സാധനം 60, അതായത് 14 സാധനം 15 വിറ്റു. എത്ര ലാഭം? 1 ലാഭം എത്രയല്ലേ? 14. നമുക്ക് പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഗെയിനിന് എന്ത് മതി? കോസ്റ്റ് പ്രൈസിന്റെ സെല്ലിംഗ് പ്രൈസിന്റെ റേഷ്യോ മതി. റേഷ്യോ മാറ്റിയതാണ് നിങ്ങൾ കണ്ടത്. 1/40 എന്ന് പറഞ്ഞാൽ 1/7 നമ്മളിവിടെ എവിടെ പഠിച്ചിട്ടുണ്ട്? ഇത് പെർസെൻറ്റേജിന്റെ ബേസിക് ക്ലാസ്സിൽ. അപ്പോൾ ഇതെല്ലാം ഇതിനകത്തുണ്ട്, എല്ലാ ക്ലാസ്സുകളും ഇതിനകത്തുണ്ട്. നിങ്ങൾ എന്തുകൊണ്ടാണ് ഇതിന് വ്യൂ കിട്ടാത്തതെന്ന് എനിക്കറിയില്ല. നിങ്ങൾ എത്രത്തോളം സീരിയസ് ആണെന്ന് അതിൽ നിന്നും എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അജയ് ബൈസ് 18 ഓറഞ്ച് ഫോർ ഇത്രയും, 15 ഓറഞ്ച് ഫോർ ഇത്രയും. ഫൈൻഡ് ദ പെർസെൻറ്റേജ് ഗെയിൻ. ഒരെണ്ണത്തിന്റെ വില എന്ന് പറഞ്ഞാൽ 5 രൂപ, 90 ബൈ 18. 15 എണ്ണത്തിലെ വിറ്റ വിലയാണ് 105. അങ്ങനെയാണെങ്കിൽ ഒരെണ്ണം വിറ്റ എത്രയാണ്? 105 ബൈ 15 7 രൂപയ്ക്ക്. 5 രൂപയ്ക്ക് ഒരെണ്ണം വാങ്ങിയിട്ട് 7 രൂപയ്ക്ക് ഒരെണ്ണം വിറ്റു. 2/5 40% എന്നാണ് ലാഭം. ഈസി ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഞാൻ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഈസി ആവുന്ന എപ്പോഴാണ്? നമ്മുടെ മെത്തേഡ് വരുമ്പോഴാണ്. ഒരാൾ ഒരു അലമാര 960 രൂപയ്ക്ക് ലോസ് ഓഫ് 4% വിറ്റു. ഈ ദെൻ സോൾഡ് എ ഫോൾഡിംഗ് ബെഡ് ഇത്രയിന് 840, പ്രോഫിറ്റ് ഓഫ് ഇത്രയിന്, ടോട്ടൽ പ്രോഫിറ്റ് ലോസ്. അപ്പോൾ 960 വിറ്റപ്പോൾ ലോസ് കിട്ടിയെന്ന് പറഞ്ഞാൽ 4% കിട്ടിയെന്ന് പറഞ്ഞാൽ കോസ്റ്റ് പ്രൈസിന്റെ 96%ലാണ് വിറ്റത്. അതെല്ലാം നമ്മൾ ബേസിക് പഠിച്ചിട്ടുള്ളത്. അത് കാണണം, അറിഞ്ഞുകൊണ്ടെങ്കിൽ അത് കാണണം. അല്ലാതെ ഇവിടുന്ന് ഇത് മാത്രം കണ്ടിട്ട് സെറ്റ് ആക്കാന്ന് പറഞ്ഞാൽ സെറ്റ് ആവത്തില്ല. ആ ഒരു ബേസ് കൂടെ കണ്ടേ പറ്റും. ഓക്കെ, അപ്പോൾ 96% വാല്യൂ ആണ് 96. നമുക്ക് എന്ത് വേണം? ലോസ് എന്ന് പറഞ്ഞാൽ എത്ര ശതമാനം? 4%. അപ്പോൾ 96 വാല്യൂ 960 എങ്കിൽ 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10 ആണ്. 96 വെട്ടി 10 വരും. അപ്പം 4% പറഞ്ഞാൽ 10 × 4 40 രൂപയാണ് അവിടെ എന്ത്? ലോസ്. അപ്പം ഇങ്ങനെ ആയിരിക്കണം നിങ്ങൾ ചെയ്യേണ്ടത്. ഇത് എഴുതേണ്ട ആവശ്യമില്ല. ഇതെന്താണ്? പെൻ ഫ്രീ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 40 രൂപ. ഇവിടെ 840 രൂപയ്ക്ക് വിറ്റപ്പോൾ പ്രോഫിറ്റ് ഓഫ് 20%, അതായത് 20% പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 120% അല്ലെങ്കിൽ 5ന്റെ സാധനം 6 വിറ്റത്. അതെല്ലാം ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ 6ന്റെ വാല്യൂ ആണ് 840. പ്രോഫിറ്റ് എത്ര? 1 ആണ് അല്ലേ? 1/5 ആണ്, 1 ആണ്. 5 കൊണ്ടാണ് കോസ്റ്റ് പ്രൈസ് എങ്കിൽ 1 ആണ് അവിടെ പ്രോഫിറ്റ്. 6 ആണ് സെല്ലിംഗ് പ്രൈസ്. 6ന്റെ വാല്യൂ ആണ് 840. നമുക്ക് 1ന്റെ വാല്യൂ ആണ്. 1ന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇതേ ബൈ 6 ചെയ്യുക. ഇതേ ബൈ 6 എന്ന് പറയുമ്പോൾ എത്ര വരും? 14,684. അപ്പോൾ 140 രൂപ എന്താണ് അവിടെ പ്രോഫിറ്റ് ആണ്. അതാണ് ഒരു യൂണിറ്റ്. അപ്പോൾ 140 - 40 100 രൂപ പ്രോഫിറ്റ്. ഈ ക്വസ്റ്റ്യൻ എന്താണ്? പെൻ ഫ്രീ ആണ്. പെൻ ഫ്രീ ആവണമെങ്കിൽ ആ കാര്യങ്ങൾ എന്ത് ചെയ്യണം? നന്നായിട്ട് പഠിക്കണം. ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും വെറുതെ അല്ല. അതൊക്കെയാണ് നിങ്ങളെ ഈ കൺസെപ്റ്റ് പഠിപ്പിക്കുമ്പോൾ തന്നെ ഞാൻ അങ്ങനെ പഠിപ്പിക്കുന്നത്. അല്ലാതെ കൺസെപ്റ്റ് പഠിക്കുമ്പോൾ എക്സും വൈ ഇട്ട് ചെയ്യിപ്പിച്ചിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് പ്രശ്നം വരുന്നത്. നമ്മുടെ ക്ലാസ്സുകൾ എടുത്ത് കണ്ടു നോക്കുക. എല്ലാം ഇതേപോലെയാണ് നിങ്ങൾക്ക് ഗുണമാവുന്ന രീതിയിൽ. റിയൽ എക്സാമിന് നിങ്ങൾ എന്ത് ചെയ്യണം? ബിഗിനറായിട്ട് വരുന്ന ഒരാൾക്ക് ചിലപ്പോൾ ഇതെന്താവത്തില്ല, ക്ലിയർ ആവണമില്ല. ആദ്യം കാണുമ്പോൾ തന്നെ പേടിയായിപ്പോവും. അതെനിക്ക് മനസ്സിലാവും. പക്ഷേ നിങ്ങൾ എക്സാം ക്ലിയർ ആവണമെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ആവറേജ് ലെവലിൽ എത്തുന്ന ഒരാൾക്ക് എൻ്റെ ക്ലാസ്സിൽ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം നിങ്ങൾ ആ ഒരു ലെവലിൽ നിന്നും കയറണമെങ്കിൽ ഇങ്ങനത്തുള്ള മെത്തേഡ്സ് ഉപയോഗിച്ച് പറ്റും. അപ്പോൾ അത് തന്നെ നിങ്ങൾ ആദ്യമേ ബിഗിനേഴ്സ് ആയിട്ട് വന്നുള്ളൊരു ഞാൻ പറയുന്ന ഓർഡറിൽ എന്ത് ചെയ്യണം? കാണണം. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഗുണം എന്തായാലും ഉണ്ടാവും. അപ്പോൾ എനിക്ക് മനസ്സിലാവും നിങ്ങൾ എന്തുകൊണ്ടാണ് വ്യൂ കിട്ടാത്തത്, സ്പീഡ് കൂടുതലാണ് പറയുന്നത് മനസ്സിലാവും. കാര്യം എന്താണ്? പുതുതായിട്ട് വരുന്നവർ ഇത് കണ്ടിട്ട് എന്താകും? പേടിയാവും. പക്ഷെ അങ്ങനെ പേടിച്ചിട്ട് കാര്യമുണ്ടോ? ബുക്ക് പോയി കഴിഞ്ഞാൽ അവിടുത്തെ സമയം പോകത്തല്ലേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയുള്ള ക്ലാസ്. അതുകൊണ്ടാണ് ഫൗണ്ടേഷൻ ബാച്ച് എന്ന് പറയുന്നൊരു ബാച്ച് നമ്മുടെ ഈ ദിശ അക്കാഡമിയിൽ ചെയ്തിട്ടുള്ളത്, ഫൗണ്ടേഷൻ ബാച്ച്. അപ്പോൾ അതിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് എന്താവും? സെറ്റായിട്ട് പഠിക്കാൻ പറ്റും. ആദ്യം മുതൽ അവസാനം വരെ. മാത്സിന് മാത്രമായിട്ടുള്ള ക്ലാസ്സുകളുണ്ട്. ആദ്യം മുതൽ അവസാനം വരെ എല്ലാ ഞാൻ യൂട്യൂബിൽ നിന്ന് ക്ലാസ്സുകളും കിട്ടും. എപ്പോൾ നിങ്ങൾ ഈ ഫൗണ്ടേഷൻ ബാച്ച് ഫുൾ പഠിച്ചാൽ. അപ്പോൾ ഇതിൽ ഒരുപാട് മണിക്കൂറിൻ്റെ ക്ലാസ്സുകളുണ്ട്. അത് എനിക്ക് ഫുള്ളായിട്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, യൂട്യൂബിൽ സെറ്റ് ചെയ്യാൻ പറ്റത്തില്ല. എന്തായാലും പറ്റത്തില്ല. ഒരു ആപ്ലിക്കേഷൻ നടത്തുന്നതിനുള്ള ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഫൗണ്ടേഷൻ ബാച്ച് ചെയ്തിട്ട് മാക്സിമം ക്വസ്റ്റ്യൻസ് ഇവിടെ
ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ അത് യൂസ് ചെയ്യണമെന്നുള്ളവർ എന്ത് ചെയ്യുക, അത് സെറ്റാക്കും. ഓക്കെ, അത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. സിംഗിൾ ഡിസ്കൗണ്ട് ഇക്വൽ ടു സക്സീവ് ഡിസ്കൗണ്ട്സ് ഓഫ് 15-25. എന്താണ് രണ്ടുകൂടെ കൂട്ടുക, A+B അതിൻ്റെ ഡിസ്കൗണ്ടും എല്ലാം ക്ലാസ് ഞാൻ പറഞ്ഞ ആ 4 ക്ലാസ് ഉണ്ടല്ലോ CGL വേണ്ടി ചെയ്ത CHS വേണ്ടി ചെയ്ത ക്ലാസ്സുകളാണ്. എല്ലാം കണ്ടവർ കാണും, എനിക്കറിയാം. ഓക്കെ, എന്നാലും 1000-1500 വ്യൂസേ ഉള്ളൂ. നിങ്ങൾ അല്ലാതെ പറയുന്നുള്ള വീഡിയോസിനൊക്കെ ഒരുപാട് വ്യൂസാണ്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സ്പീഡ് കൂടുതലാണെന്ന് തോന്നുന്നവർക്ക് സ്പീഡ് കുറച്ച് കാണാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ആവശ്യമാണ്. അപ്പോൾ കണ്ടവർക്ക് അത് സെറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, 15-25 40 - 15x25/100. 15x25 എന്ന് പറഞ്ഞാൽ എത്രയാണെന്നറിയോ? 375. അതൊക്കെ ഡെയിലി മാക്സിൻ്റെ എക്സൈസ് ചെയ്താൽ കിട്ടും. 250 125. അപ്പോൾ 3.75 കുറയ്ക്കണം. 40 3.75 കുറച്ചാൽ 36.25. ഒന്നും പേന വേണ്ട, പെൻ ഫ്രീ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ലിസ്റ്റ് പ്രൈസ് ഓഫ് ആൻ ആർട്ടിക്കിൾ എന്ന് വെച്ചാൽ മാർക്കറ്റ് പ്രൈസ് ആണ്. സോൾഡ് ഫോർ ഇത്രയും ആഫ്റ്റർ ഗീവിങ്. അപ്പോൾ നമ്മുടെ പെർസെൻറ്റേജ് എത്രത്തോളം സ്ട്രോങ് ആണോ അതനുസരിച്ച് നിങ്ങളുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്താവും, സെറ്റ് ആവും. പെർസെൻറ്റേജ് റേഷ്യോ നിങ്ങൾ എത്രത്തോളം സെറ്റ് ആക്കുന്നു, ഡെയിലി മാക്സ് എക്സസൈസ് ചെയ്യുന്നു, പിന്നെ കാൽക്കുലേഷൻ എൻ്റെ രീതിയിൽ പഠിക്കുന്ന രീതിയിൽ നിങ്ങൾ പഠിക്കണം, ചെയ്യുന്ന രീതിയിൽ പഠിക്കണം. നിങ്ങളുടെ ഒരുപാട് ടൈമാണ് എന്ത് ചെയ്യുന്നത്, ലാഭമാകുന്നത്. സക്സീവ് ഡിസ്കൗണ്ട് ഇത്രയാണ്. വാട്ട് ഈസ് വാല്യൂ ഓഫ് എക്സ്? അപ്പോൾ സക്സീവ് ഡിസ്കൗണ്ട് ഓർഡർ ഒന്നും ഇമ്പോർട്ടൻസ് ഇല്ല. ആദ്യം 15% എടുത്ത് പിന്നെ എടുത്താലും ഒരു പ്രശ്നമില്ല. ഇപ്പോൾ 850 നിന്ന് ആദ്യം എന്താണ് 20% ഡിസ്കൗണ്ട് വരുമ്പോൾ 20% എന്ന് പറഞ്ഞാൽ 170 ആണ്. 85 × 2 170. ഇതിനകത്ത് 170 കുറയ്ക്കുമ്പോൾ എത്ര ആവും? 680. കാര്യം 85 17 × 5 17 × 4. ഇനി ഇതിനകത്ത് 15% കുറയ്ക്കണം. 15% എന്ന് പറഞ്ഞാൽ 68 10% അതിൻ്റെ പകുതി 34 102 അല്ലേ? 68 34 102 കുറയ്ക്കുമ്പോൾ എത്ര? 100 കുറയ്ക്കുമ്പോൾ 580, 2 കുറയ്ക്കുമ്പോൾ 578. 578 സാധനം നമ്മൾ വേറെ കാൽക്കുലേഷൻ ഒന്നും ചെയ്യുന്നില്ല. 578 സാധനം ഇത്രയും ഏകദേശം എത്ര? 49.13 ഇത്രയാണ് കുറയുന്നത്. അപ്പോൾ ഇതിൻ്റെ 10% എന്ന് പറഞ്ഞാൽ 57.8. അപ്പോൾ 10% വേണ്ട, 10% അല്ല. അപ്പോൾ അത് നോക്കണം. 578 നിന്ന് 528.87 ആയി. എത്ര ശതമാനമാണ് കുറഞ്ഞത്? 49.114 കുറഞ്ഞത്. 49 സംതിങ് ആണ് കുറഞ്ഞത്. നമുക്ക് ഓപ്ഷനിൽ അത്യാവശ്യം ദൂരമുണ്ട്. 10% 57 അല്ല, 1% 5.78. 57 5.78 കുറഞ്ഞാൽ ഏകദേശം 52 എത്തും. ഇപ്പോൾ 52 അല്ല, 10% അല്ല, 9% അല്ല, അതിന് കുറവുള്ളായിരിക്കും. അപ്പോൾ അടുത്ത 1% കുറഞ്ഞാൽ എന്താവും? ഇതിനകത്ത് നിന്ന് പിന്നെ 5 കുറയും, 5.78. അപ്പോൾ 47 സംതിങ് ആവും. അപ്പോൾ 47 സംതിങ്ങും അല്ല. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ 8നും 9നും ഇടയ്ക്കാണ്. അപ്പോൾ ഇതൊക്കെ എന്താണ്? മൈൻഡിലെ കളിയാണ്. അപ്പോൾ നമ്മുടെ ആൻസർ ചെയ്യുന്നുണ്ടോ? 8.5%. പിന്നെ അതൊന്നും നോക്ക്, 49.13 ഡിവൈഡഡ് ബൈ 578 × 100% ചെയ്യുന്ന ഒരാളും ഇതേപോലെ ചെയ്യുന്ന ഒരാളും തമ്മിലുള്ള വ്യത്യാസം അത് വളരെ വലുതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് ഇത് മനസ്സിലാകത്തില്ല. കുറച്ച് ചെയ്തവർക്ക് അറിയാം, കുറച്ച് എക്സാം എഴുതിയവർക്ക് അറിയാം, കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്തവർക്ക് അറിയാം എന്താണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന്. അപ്പോൾ ഇതേ കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ പെയ്ഡ് ബാച്ചിൽ മാത്രമേ ഇത് പഠിപ്പിക്കൂ, അങ്ങനെയൊന്നുമല്ല. ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക? വൃത്തിയായിട്ട് ചെയ്യുക, പഠിക്കുക. ബെസ്റ്റ് മെത്തേഡ് നിങ്ങൾക്ക് വേണ്ടി തരും. അപ്പോൾ നിങ്ങൾ ക്ലാസ്സിൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ മെത്തേഡ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് മസ്റ്റായിട്ട് എന്ത് ചെയ്യണം? കമൻറ്റായിട്ട് പറയണം. അങ്ങനെ ബാക്കിയുള്ളവർ എന്ത് ചെയ്യണം? അത് ക്ലാസ് നല്ലതാണെന്ന് പറഞ്ഞിട്ട് വന്ന് കാണും. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം? നന്നായിട്ട് വർക്ക് ചെയ്ത് നല്ലതായിട്ട് അത് സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യണം. അത് ഇങ്ങനത്തുള്ള മെത്തേഡ്സ് ഒക്കെ എന്ത് ചെയ്യണം? പഠിക്കണം. നിങ്ങൾ ഞാൻ പറഞ്ഞ ക്ലാസ്സിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതിന് എന്തുണ്ട്? ഇതെല്ലാം നിങ്ങൾക്ക് കിട്ടും, എല്ലാം ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഷോപ്പ് കീപ്പർ 17% ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് ഓൺ ഡിസ്കൗണ്ടഡ് പ്രൈസ് ആഫ്റ്റർ ഗിവിംഗ് ആൻ ഇനിഷ്യൽ ഡിസ്കൗണ്ട് ഇത്രയും. 12% ഡിസ്കൗണ്ട് ഉണ്ട്, 17% ഡിസ്കൗണ്ട് ഉണ്ട്. ഫൈനൽ പ്രൈസ് ഇത്രയാണ്, മാർക്കറ്റ് പ്രൈസ് ആണ് വേണ്ടത്. ഞാനിത് എങ്ങനെ ചെയ്യുന്ന പറയാം. 83 83 88 11 ഇതാണ്. മേളിൽ എന്തോരും? 3 3 3. ആൻസർ 3ന്റെ മൾട്ടിപ്പിൾ ആണ്, 9ന്റെ മൾട്ടിപ്പിൾ അല്ല. 7 × 15 2 17, 3ന്റെ മൾട്ടിപ്പിൾ അല്ല. 5 1 6 3 9. ഇത് 9ന്റെ മൾട്ടിപ്പിൾ, ഇതല്ല. 2 9. ഓപ്ഷൻ സി. കണ്ടോ? ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പെൻ എടുക്കാതെ ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾ സ്വപ്നത്തിൽ വിചാരിച്ചിട്ടുണ്ടോ? പെൻ ഫ്രീ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു മെത്തേഡ്സ് ആണ് നിങ്ങൾക്ക് വേണ്ടത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എവിടെയെങ്കിലും കിട്ടുമോ? നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റായിട്ട് പറയണം. ഈ ക്വസ്റ്റ്യൻ പെൻ ഫ്രീ ആയിട്ട് ചെയ്യാൻ നിങ്ങൾക്ക് എവിടെയെങ്കിലും ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ? അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇതിനാണ് നമ്മൾ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കേണ്ട രീതിയിൽ എന്ത് ചെയ്യണം? കൺസെപ്റ്റ് അറിഞ്ഞ് പഠിച്ചാൽ ഇതെല്ലാം ചെയ്യാം. അപ്പോൾ ഇത് ഇനി ഒരാൾ എഴുതി ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കും. ഞാൻ എഴുതി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഷോർട്ട് കട്ട് മെത്തേഡ് ആയിരിക്കും. ബേസിക് മെത്തേഡ് അല്ല പറയുന്നത്. ബേസിക് മെത്തേഡൊക്കെ നമ്മളവിടെ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ ബേസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. കോമ്പറ്റേറ്റീവ് എക്സാമിൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. നിങ്ങൾ മനസ്സിലാക്കി എടുത്താൽ അന്ന് നിങ്ങൾ എന്താവും? സെറ്റായി എന്നാണ് അർത്ഥം. അപ്പോൾ മാർക്കറ്റ് പ്രൈസ് എം ആണെങ്കിൽ 17% ഡിസ്കൗണ്ട് കൊടുത്തു. ആ സാധനത്തിൻ്റെ എന്താണ്? മാർക്കറ്റ് പ്രൈസിൻ്റെ 83% വിറ്റു. 83/100 എഴുതും. ഇതിൻ്റെ ഈ പ്രൈസിൻ്റെ ഇതാണ് ഡിസ്കൗണ്ട് പ്രൈസ്. അപ്പോൾ ഇത് വേണമെങ്കിൽ 12 കൊടുക്കാം. ഞാൻ പറഞ്ഞു ഓർഡറിന് ഇമ്പോർട്ടൻസ് ഇല്ല. ആദ്യം 17% ഡിസ്കൗണ്ട് കൊടുത്തിട്ട് പിന്നെ 12 കൊടുക്കുന്നത്, ആദ്യം 12% കൊടുത്തിട്ട് പിന്നെ 17 കൊടുക്കുന്നത് എന്തില്ല? വ്യത്യാസമില്ല. കാര്യം ഇവിടെ മൾട്ടിപ്ലിക്കേഷനാണ് വരുന്നത്. ഇതിൻ്റെ അപ്പോൾ ഇവിടെ 12% അതെന്ന് വെച്ചാൽ 88%. അപ്പോൾ ഇത്രയും വാല്യൂ ആണ്. അത് വേണമെങ്കിൽ ഇതിവിടെ വരായിരുന്നു, വ്യത്യാസമില്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഓർഡറിന് ഇമ്പോർട്ടൻസ് ഇല്ലെന്ന്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം എന്തുണ്ട്? എല്ലാം കണക്റ്റഡ് ആണ്. ഒന്ന് ഇരുത്തി ചിന്തിച്ച് കഴിഞ്ഞാൽ എന്താവും? സെറ്റാവും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞിട്ടുള്ളത് 21,912. നമുക്ക് എന്തിൻ്റെ വാല്യൂ ആണ്? എമ്മിൻ്റെ വാല്യൂ ആണ്. ആൻസർ എന്ന് പറഞ്ഞാൽ 21,912 × 100 × 100
ഡിവൈഡഡ് ബൈ 83 ഇൻറ്റു 88. പിന്നെ നമ്മൾ കലാപരിപാടികളൊക്കെ തുടങ്ങും 11 വെച്ച് വെട്ടും. ഇങ്ങനെയാണ് ഒരു സാധാരണ ആൾ ചെയ്യുന്നത്. ഇങ്ങനെയാണ്. അല്ലെങ്കിൽ നിങ്ങളെ ക്ലാസ് ഞാൻ കണ്ടിട്ടുണ്ട്, മലയാളത്തിൽ പഠിപ്പിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ വെട്ടി വെട്ടി. അങ്ങനെ പഠിച്ചിട്ട് എന്താണ് നിങ്ങൾക്ക് പ്രയോജനം? നിങ്ങൾ ഇത്രയും ഇത്രയും ചെയ്ത് എഴുതി വരുമ്പോഴത്തേക്കും എന്തായാലും ഒരു 40 സെക്കൻഡ് ഞാൻ മാക്സിമം ഭയങ്കര സ്പീഡാണ് പറഞ്ഞത്. ഇത് അങ്ങോട്ട് നോക്കി ഈ ഒരു സാധനം ചെയ്ത് ഒരു 10 സെക്കൻഡ്, 40 അല്ല, ഇത് 1 മിനിറ്റ് പോകും. വെട്ടി ഇരുന്നാൽ 1 മിനിറ്റ് പോകും. 11 വെച്ച് വെട്ടി, ഇവിടെ 8, 11 വെച്ച് ഇതിനെ വെട്ടി, പിന്നെ ബാക്കി 83 പ്രൈം നമ്പറാണ്, അത് വെച്ച് വെട്ടി. അവസാനം എന്താവും? എമ്മിൻ്റെ വാല്യൂ കണ്ടുപിടിച്ച് ഇവിടെ എഴുതും. അപ്പം ഞാൻ ചെയ്ത ആ ഒരു കൺസെപ്റ്റ് കണ്ടോ നിങ്ങൾ? എന്താ ചെയ്തത്? ഇവിടെ 2 1 3 ഞാൻ ഡിജിറ്റ് സം അപ്ലൈ ചെയ്തത്. ഇവിടെ നോക്ക്, 8 3 11 2, 8 8 16 7, 7 2 14, 14 5, മേളിൽ നിന്ന് 2 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 2 കൊണ്ട് ഗുണിച്ചാലും എന്താ ഇവിടെ 9 നോക്കണ്ട, 3 3. അതായത് ആൻസർ എന്തായിരിക്കും? ഈ നമ്പർ എന്ന് പറഞ്ഞാൽ 3ന്റെ മൾട്ടിപ്പിളാണ്. അപ്പോൾ ഈ നമ്പർ 3ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ താഴെ ആരില്ല? 3 ഇല്ല. 83 3 ഇല്ല, 88 3 ഇല്ല. അതൊക്കെ ആ GD ക്ലാസ് കണ്ടാൽ ഡിവിസിബിലിറ്റി ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ 3ന്റെ മൾട്ടിപ്പിള് താഴില്ലെങ്കിൽ മേലുള്ള 3ന്റെ മൾട്ടിപ്പിളിനെ ആരും കൊണ്ടുപോകാൻ പറ്റത്തില്ല. എന്നാൽ ഇവിടെ 9 ഇല്ല. അപ്പോൾ നമ്മുടെ ആൻസർ എന്തായിരിക്കും? 3ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും, എന്നാൽ 9ന്റെ മൾട്ടിപ്പിൾ അല്ല. കാര്യം 9ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ഇതിന്റെ സം ഓഫ് ഡിജിറ്റ് എന്താവണം? 9ന്റെ മൾട്ടിപ്പിൾ ആണ്. ഇതിനെയാണ് നമ്മൾ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇതെനിക്ക് ഒരു ക്ലാസ് ആയിട്ട് ചെയ്യാൻ പറ്റത്തില്ല, ഇതേപോലത്തുള്ള ക്ലാസ്സിൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഇത് കണ്ടവരെന്താണ് ഇനി എന്ത് ചെയ്യും? ഇതൊന്ന് ആലോചിച്ച് നോക്കും. അപ്പം ഇങ്ങനെയാണ് നിങ്ങളുടെ മനസ്സിൽ എന്ത് വരുന്നത്? പുതിയ ചിന്തകൾ വരുന്നത്. അപ്പം ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? 3ന്റെ മൾട്ടിപ്പിൾ അല്ല, 9ന്റെ അല്ല. ഇത് 3ന്റെ ആണ്, പക്ഷേ 9ന്റെ ആണ്. കണ്ടോ, നമ്മുടെ കൺസെപ്റ്റ് ഉണ്ടോ? 9ന്റെ മൾട്ടിപ്പിൾ അവന്മാർ തന്നു, 3ന്റെ മൾട്ടിപ്പിൾ. പക്ഷേ എന്തല്ല, ഇതല്ല ആൻസർ. ഓപ്ഷൻ സി ആയിരിക്കും. നിങ്ങളിത് വെട്ടി ചെയ്ത് നോക്കിയാലും ആൻസർ ഇതേ കിട്ടത്തുള്ളൂ. ഇതിനെയാണ്, ഇത് ഇന്നത്തെ കിടിലം കാൽക്കുലേഷൻ ആണ്. ഓക്കെ, എനിക്ക് തോന്നുന്നു യൂട്യൂബിലെ കിടിലം ക്ലാസ് കാൽക്കുലേഷൻ. യെസ്, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. കേട്ടോ, A calculates profit on selling price of an article, B calculates on cost price. ഇതെല്ലാം നമ്മൾ ഈ ടൈപ്പ് എല്ലാം ചെയ്തിട്ടുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. സെല്ലിംഗ് പ്രൈസ് ഓഫ് ബോത്ത് ഓഫ് ഐറ്റം ഈസ് സെയിം ആൻഡ് ബോത്ത് ഗെറ്റ് 40% പ്രോഫിറ്റ്. ഇപ്പോൾ എയുടെ കേസ് എടുക്കാം. എ എന്താ പറയുന്നത്? 40% പ്രോഫിറ്റ് എവിടെയാണ്? 2/5 ആണ് 40% പ്രോഫിറ്റ്. എ എന്തിലാണ്? സെല്ലിംഗ് പ്രൈസിലാണ്. ഇപ്പോൾ 5 നമ്മുടെ ബേസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സെല്ലിംഗ് പ്രൈസ് 5 ആണെങ്കിൽ പ്രോഫിറ്റ് 2 യൂണിറ്റാണ്. കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 3 യൂണിറ്റാണ്. കാര്യം സെല്ലിംഗ് പ്രൈസിൽ നിന്നും കോസ്റ്റ് പ്രൈസ് കുറയ്ക്കുമ്പോഴാണ് നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നത്. അതെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഫൗണ്ടേഷൻ ബാച്ചിൽ എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി അത് എയുടെ കാര്യം. എയുടെ സെല്ലിംഗ് പ്രൈസ് 5, പ്രോഫിറ്റ് 2, കോസ്റ്റ് പ്രൈസ് 3. ഇനി ബിയുടെ കാര്യം എന്താ? ബിയുടെയും 2/5 ആണ്. 5 എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ കോസ്റ്റ് പ്രൈസ് ആണ്. 2 എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ആണ്. സെല്ലിംഗ് പ്രൈസ് എന്താണ്? 7 വരും. അപ്പോൾ നമുക്ക് പറഞ്ഞിരിക്കുന്നത് സെല്ലിംഗ് പ്രൈസ് ബോത്ത് ഈസ് സെയിം. ഇപ്പോൾ ഇവിടെ സെല്ലിംഗ് പ്രൈസ് 5ഉം ഇവിടെ സെല്ലിംഗ് പ്രൈസ് 7 ആണ്. നമ്മൾ ഇതിനെ ഈക്വൽ ആക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? നമുക്ക് എന്താ? സെല്ലിംഗ് പ്രൈസ് ഓഫ് ആർട്ടിക്കിൾ ആണ് ഡിഫറൻസ് ബിറ്റ്വീൻ പ്രോഫിറ്റ്. അപ്പോൾ പ്രോഫിറ്റ് എടുക്കാം. ഇപ്പോൾ ഇവിടെ സെല്ലിംഗ് പ്രൈസിനെ 35 ആക്കാം, ഇവിടെ 35 ആക്കാം. ഇവിടെ എന്ത് ചെയ്യുക? 7 കൊണ്ട് ഗുണിക്കുക. അങ്ങനെ നമ്മൾ പ്രോഫിറ്റ് എന്താ? ഇവിടെ 14 യൂണിറ്റ്. ഇവിടുത്തെ പ്രോഫിറ്റ് 7 കൊണ്ട് ഗുണിക്കുമ്പോൾ 7 5 35, ഇവിടെ 7 2 14. ഇനി ഇവിടെ എന്താവും? സെല്ലിംഗ് പ്രൈസിനെ ഈക്വൽ ആക്കാൻ 5 കൊണ്ട് ഗുണിക്കണം. 5 കൊണ്ട് ഗുണിക്കുമ്പോൾ ഇവിടെ എന്താവും? പ്രോഫിറ്റ് 5 × 2 10 വരും. അപ്പോൾ ആദ്യത്തെ ആളുടെ 14 യൂണിറ്റും രണ്ടാമത്തെ ആളുടെ 10 യൂണിറ്റും ആയിരിക്കും പ്രോഫിറ്റ്. ഇവർ തമ്മിലുള്ള ഡിഫറൻസ്. കാര്യം അതാ തന്നിട്ടുള്ളത്, അതാണ് ഞാൻ ഇവിടെ നോക്കിയത്. 10. വേറെ ഒന്നും കണ്ടുപിടിക്കണം, കോസ്റ്റ് പ്രൈസ് ഒന്നും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, ചുമ്മാ എഴുതി വെക്കാന്നേ ഉള്ളൂ. 4ന്റെ 10ന്റെ ഡിഫറൻസ് എത്ര? 4 യൂണിറ്റ്. 4 യൂണിറ്റിന്റെ വാല്യൂ ആണ് 120. എന്ന് എഴുതേണ്ട കാര്യമില്ല. 4 യൂണിറ്റിന്റെ വാല്യൂ ആണ് 120, 1 യൂണിറ്റ് 30 ആണ്. സെല്ലിംഗ് പ്രൈസ് പാർട്ടികൾ എന്ന് പറഞ്ഞാൽ എത്ര യൂണിറ്റാ? നമുക്ക് 35 യൂണിറ്റ് അല്ലേ? 7 × 5. 35 യൂണിറ്റ് 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 30. 35 3 105 1 0. ഓപ്ഷൻ സി. ഇതൊക്കെ അടിപൊളി ക്വസ്റ്റ്യൻസ് ആണ്. കാണുമ്പോൾ സിമ്പിൾ ആണെന്ന് തോന്നും, ഞാൻ ചെയ്ത് കഴിയുമ്പോൾ സിമ്പിൾ ആണെന്ന് തോന്നും. യെസ്, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യും. ഒരു ട്രാൻസാക്ഷനിൽ പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഇത്രയാണ്. കോസ്റ്റ് ഫർദർ ഇൻക്രീസ് ബൈ 40%, ബട്ട് ദ സെല്ലിംഗ് പ്രൈസ് റിമെയിൻസ് സെയിം. വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ 2 പ്രോഫിറ്റ് പെർസെൻറ്റേജ്? അപ്പോൾ ആദ്യമേ എത്ര ആയിരുന്നു? 70% ആയിരുന്നു പ്രോഫിറ്റ്. പിന്നെ എന്ത് ചെയ്തു? കോസ്റ്റ് 100 ആണെങ്കിൽ 170 വിറ്റെന്ന് വെച്ചോ. 100 ആണെങ്കിൽ 170 വിറ്റത്. കോസ്റ്റ് എന്തായി? 140 സെല്ലിംഗ് പ്രൈസ് എന്താണ്? സെയിം തന്നെ, 170 തന്നെ. എത്ര പ്രോഫിറ്റ് വരുന്നത്? ഏകദേശം 30. 30/140. 30/140 എന്ന് പറയുമ്പോൾ ഏകദേശം എത്ര? 140 30 എന്ന് പറഞ്ഞാൽ എത്ര? 20% 28. 1% എന്ന് പറഞ്ഞാൽ 20% 28. 14 2 28. ഓക്കെ, 1% 1.4. അതായത് 21 പോയിന്റ് സംതിങ്. 70 എന്ത് ചെയ്യുക? 21 പോയിന്റ് സംതിങ് കുറയ്ക്കാം. അതായത് 48 പോയിന്റ് സംതിങ്. ഓപ്ഷൻ എ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ കാൽക്കുലേഷൻ എന്ന് പറഞ്ഞത്. എത്ര സിമ്പിൾ ക്വസ്റ്റ്യൻ, 3 വരെയേ ഉള്ളൂ. അപ്പോൾ ഇതിനെ നിങ്ങൾ എങ്ങനെ ചെയ്തു? 30 /140 × 100 ചെയ്ത് 0 വെട്ടി 300/14 ചെയ്ത് 2 അങ്ങനെ ചെയ്ത് കുറയ്ക്കുന്നതാണോ, ഡിഫറൻസ് എടുക്കുന്നതാണോ, അതോ ഇങ്ങനെ ചെയ്യുന്നതാണോ ബെറ്റർ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. അതിനുള്ള കാര്യങ്ങൾ മനസ്സിലായില്ല, ബിഗിനേഴ്സ് ആണെന്നുള്ള കാര്യം ഒന്നും പേടിക്കേണ്ട. നിങ്ങൾ ഫൗണ്ടേഷൻ ബാച്ച് മാത്രം എടുത്ത് പഠിച്ചാൽ മതി. യൂട്യൂബിലുള്ള എല്ലാ ക്ലാസ്സും നിങ്ങൾക്ക് സെറ്റാക്കി പോകാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആദ്യം തൊട്ട് എന്ത് ചെയ്യാം? കാണാം. പ്രശ്നം എന്ന് പറഞ്ഞാൽ സെർച്ച് ചെയ്ത് എടുക്കേണ്ടി വരും, ഏതൊക്കെ ക്ലാസ്സാണ് ചെയ്തിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് കിട്ടത്തില്ല. മറ്റേതാകുമ്പോൾ നിങ്ങൾക്ക് ഫുള്ളായിട്ട് സെറ്റായിട്ട് പഠിക്കും. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. പഠിച്ചവർക്ക് ഇതെന്തായിരിക്കും? സെറ്റ് ക്ലാസ്സുകളായിരിക്കും. ആർട്ടിക്കിൾ സോൾവ് ഫോർ 54 120. അപ്പം ഇതുവരെ പഠിച്ചത് സെറ്റായിട്ടല്ല, സിസ്റ്റമാറ്റിക് ആയിട്ടല്ല എന്ന് തോന്നുന്നവർക്കും എന്ത് ചെയ്യാം? അതെടുക്കാം. ഓക്കെ, ആർട്ടിക്കിൾ സോൾവ് ഫോർ ഇത്രയും. ആഫ്റ്റർ 2 സക്സീവ് ഡിസ്കൗണ്ട് 12 18. വാട്ട് ഇസ് ദ മാർക്കറ്റ് പ്രൈസ്? എന്ന് എഴുതുന്നത് പോലെ ചെയ്യാം. 54
120 എന്ന് പറയുന്നത് മാർക്കറ്റ് പ്രൈസിന്റെ ഫസ്റ്റ് ഡിസ്കൗണ്ട് 12% ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ 88%. അപ്പോൾ 100/88 വരും. എനിക്ക് പേന എടുക്കുക ചെയ്യാം. 18% എന്ന് പറഞ്ഞാൽ 100/82 വരും. അപ്പോൾ ഇതാണ് ഇവിടുത്തെ എം എന്ന് പറയുന്നത്. നമ്മളിവിടെ എഴുതിയ സാധനം ഇങ്ങോട്ട് എഴുതി. ഫസ്റ്റ് സ്റ്റെപ്പ് ഇതായിരിക്കണം. അപ്പോൾ നമുക്ക് എന്ത് വരും? DT അപ്ലൈ ചെയ്യാമോ? DT കുറേ എണ്ണം ഒരേപോലെ കിടക്കുന്നു. ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആൻസർ എന്ന് പറഞ്ഞാൽ 8 കൊണ്ട് 16 7 4 കൊണ്ട് കുടിക്കണം 9 4 3 12 3. ഓക്കെ, DT 3 വരും. 3ന്റെ മൾട്ടിപ്പിൾ 8 7 15 7 2 9 8 1 9. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്താ? 9ന്റെ മൾട്ടിപ്പിൾ അല്ല. അങ്ങനെയുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതുമല്ല. കാര്യം ഇത് 3 മാത്രമേ ഉള്ളൂ, 9 ഇല്ല. കണ്ടോ? 5 4 9 1 2 3. 3ആണ് DT 9 നോക്കണ്ട. 3ആണ് DT. അപ്പോൾ നമ്മുടെ ആൻസറിനകത്ത് എന്തില്ല? 9 ഇല്ല. ആൻസറിനകത്ത് 9 ഇല്ല. അങ്ങനെയുള്ള ഓപ്ഷൻ ഇതുമല്ല. ഇതിനകത്ത് എന്തുണ്ട്? 8 7 15 7 5 11 7 5 12 2 1 3ന്റെ മൾട്ടിപ്പിൾ. ഇത് രണ്ടിലുമാണ് നമുക്ക് കൺഫ്യൂഷൻ. അപ്പോൾ ഇവിടെ നമ്മൾ ഏതാ നമ്മൾ ഉപയോഗിക്കുന്നത്? നോക്ക്, നമ്മൾ ഓപ്ഷൻ എ ഞാൻ മാർക്ക് ചെയ്യും. എന്തുകൊണ്ട് ഓപ്ഷൻ എ മാർക്ക് ചെയ്യുന്നത്? ഇവിടെ നോക്ക്, അടിയിൽ 5 ഇല്ല. അപ്പോൾ മേളിൽ ആരുണ്ട്? ഇവിടെ 25 ഉണ്ട്, ഇവിടെ 25 ഉണ്ട്. 25 × 4 അപ്പോൾ 625ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും നമ്മുടെ ആൻസർ. അല്ലെങ്കിൽ വേണമെങ്കിൽ 1200 ഇത് × 5 3165ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും നമ്മുടെ ആൻസർ. അപ്പോൾ 625ന്റെ മൾട്ടിപ്പിൾ ആണ് ഒരു നമ്പർ എന്ന് പറഞ്ഞാൽ അതിന്റെ ലാസ്റ്റ് 4 ഡിജിറ്റ് എന്തായിരിക്കും? 625ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. 5625 × 8 ആണ്. 8000 എന്ന് പറഞ്ഞാൽ എന്തല്ല? 3000 625ന്റെ മൾട്ടിപ്പിൾ അല്ല. സോ 7500 എന്തല്ല? 78000. 8000 എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ അല്ലാത്തതുകൊണ്ട് ഇത് 25ന്റെ മൾട്ടിപ്പിൾ അല്ല. 25ന്റെ മൾട്ടിപ്പിൾ അല്ല. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ. അപ്പോൾ ഇങ്ങനെയൊക്കെ മൾട്ടിപ്പിളൊക്കെ അപ്ലൈ ചെയ്യണമെങ്കിൽ എല്ലാം എന്ത് ചെയ്യണം? ബേസ് രീതിയിൽ പഠിപ്പിക്കുന്നുണ്ട്. മൾട്ടിപ്പിൾ അപ്ലൈ ചെയ്യാം. ഡെയിലി എക്സസൈസ് ചെയ്യുന്നവർക്ക് അതിന്റെ ഗുണം കിട്ടിയിരിക്കും. സീക്രട്ട് ഓഫ് സ്പീഡ് മാത്സ് ദിശ അക്കാഡമി സെർച്ച് ചെയ്യുക. യെസ്, കണ്ടോ? ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന ലെവൽ കണ്ടോ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചാപ്റ്ററാണ് ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ്. നല്ല രസമാണ്. കാൽക്കുലേഷൻ സ്പീഡ് ഉള്ളവർക്ക് ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ള അടിപൊളിയായിട്ടുള്ള ചാപ്റ്ററാണ്. റീറ്റെയിലർ ഓഫേഴ്സ് ഫോളോ ഡിസ്കൗണ്ട് 2 = സക്സീവ് ഡിസ്കൗണ്ട് 15. ഇപ്പോൾ 15 + 15 30 -15 × 15/100. അപ്പോൾ 30 - 2.25 ഇതാണ് ഇവിടുത്തെ ഡിസ്കൗണ്ട്. ഇനി 12 18 30 - 12 × 18 216. അപ്പോൾ ഇതൊക്കെ ഡെയിലി എക്സസൈസ് ചെയ്യുന്നുണ്ട്. 216 ബൈ 7 ആർട്ടിക്കിൾസ് ആണ് 3 get 3 ഫ്രീ. അപ്പോൾ 3 എണ്ണം ഫ്രീ ആണെങ്കിൽ 3 എഴുതുക. ടോട്ടൽ അയാളുടെ കയ്യിൽ നിന്ന് പോയത്രയാണ് 7 3 10, അതായത് 30%. അപ്പോൾ ഏത് വിച്ച് ഈസ് ഫേവറബിൾ ടു കസ്റ്റമർ? അപ്പോൾ കസ്റ്റമറിന് ഫേവറബിൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഏറ്റവും കൂടുതൽ ഡിസ്കൗണ്ട്. അത് ഇവിടെ അല്ലേ 30% ഡിസ്കൗണ്ട് അല്ലേ? ബാക്കിയെല്ലാം 30 നിന്ന് കുറച്ച് വാല്യൂ കുറയും. അതിന്റെ വാല്യൂ ഒന്നും കണ്ടുപിടിക്കണ്ട. എന്ത് ചെയ്യാം? പേന എടുക്കുക ചെയ്യാം. പെൻ ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും. ക്വസ്റ്റ്യൻ മൊത്തം സ്പീഡ് വായിച്ചാൽ ഏതാണ് ബെസ്റ്റ്? സി. ഓൺലി സി ആണ് 30% എന്തിരുന്നത് കൂടുതൽ ഡിസ്കൗണ്ട് എടുക്കുന്നത്. ഒരു ഷോപ്പ് കീപ്പർ 35% ഡിസ്കൗണ്ട് മാർക്ക് കൊടുക്കുന്നു. സെല്ലിംഗ് പ്രൈസ് ഇത്രയാണ്. മാർക്കറ്റ് പ്രൈസ് ഓഫ് ദ ബോട്ടിലാണുള്ളൂ. ഈ 35 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിന്റെ മാർക്കറ്റ് പ്രൈസിന്റെ 65%. 35% ഡിസ്കൗണ്ട് കൊടുക്കുമെന്ന് പറഞ്ഞാൽ ഡിസ്കൗണ്ട് മാർക്കറ്റ് പ്രൈസിലാണ്. അതെല്ലാം പറഞ്ഞിട്ടുണ്ട്. 65%ന്റെ വാല്യൂ ആണ് തന്നിട്ടുള്ളത്. ഇത്രയും നമുക്ക് എന്തിന്റെ വാല്യൂ ആണ്? മാർക്കറ്റ് പ്രൈസ് 100%. അപ്പോൾ ബൈ 65 × 100 എന്ന് വെച്ചാൽ 6 5 13 4 DT നോക്കാം. ഇത് കാര്യം ഓപ്ഷനിലാണ് DT വ്യത്യാസം. 65 6 5 11 അല്ലേ? 65 6 5 11 2 5 കൊണ്ട് ഗുണിക്കണം 5 10 17 18. അതെ, 9ന്റെ മൾട്ടിപ്പിൾ. ഇത് 18 9ന്റെ മൾട്ടിപ്പിൾ. ഇത് 9 അല്ല 9ന്റെ മൾട്ടിപ്പിൾ ചെയ്തോളൂ. ഓപ്ഷൻ സി കഴിഞ്ഞു. നമ്മുടെ ക്വസ്റ്റിന്റെ ആൻസർ കഴിഞ്ഞു. 9ന്റെ മൾട്ടിപ്പിൾ. അപ്പോൾ ഇതൊക്കെ എന്തിനാണ്? അപ്ലൈ ചെയ്യാനാണ്. ഈ മൾട്ടിപ്പിൾ ഇതൊക്കെ പഠിച്ചത് എന്തിനാണ്? ക്വസ്റ്റ്യൻസിനത് അപ്ലൈ ചെയ്യാനാണ്. അത് ബേസിക് ക്ലാസ്സിൽ എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇതേപോലത്തുള്ള ക്രാഷ് കോഴ്സിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? എനിക്ക് ഇതൊക്കെ കാണിച്ചു തരാൻ പറ്റത്തുള്ളൂ. ഓക്കെ, എല്ലാം ഉണ്ട് നമ്മുടെ ക്ലാസ്സിൽ. എ പെൻ പാസിംഗ് ത്രൂ 2 hands ഈസ് ഫൈനലി സോൾഡ് ഫോർ എ പ്രോഫിറ്റ് ഓഫ് 44% ഓഫ് ദ ഒറിജിനൽ കോസ്റ്റ് പ്രൈസ്. ഇഫ് ദ ഫസ്റ്റ് ഡീലർ 20% പ്രോഫിറ്റ് ആണെങ്കിൽ പ്രോഫിറ്റ് മെയ്ഡ് ബൈ ദ സെക്കൻഡ് ഡീലർ. അപ്പോൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സക്സീവ് ആയിരിക്കും. 20 സക്സീവ് ആണ് എന്ന് പറയുന്നത് 47%. ഫസ്റ്റ് ആൾ 20%, മറ്റേ ആൾ 20% പ്ലസ് 20 × 20 100. ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ള സക്സീവ് കേസ് അല്ല. ഇങ്ങനെയാണ് എന്ത് വരുന്നത്? ഫൈനലായിട്ട് 47% ഇവിടെ ലാഭം വരുന്നത്. ഈസി ആയിട്ട് എന്ത് ചെയ്യാം? റേഷ്യോ എന്തെങ്കിലും ചെയ്യാം. പക്ഷേ ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. ഒരു ഡിസ്കൗണ്ട് സ്കീമിൽ ഒരു ഡസൻ പെയർ ഓഫ് ഗ്ലൗവ് ടോട്ടലായിട്ട് 200, അവൈലബിലിറ്റി ഡിസ്കൗണ്ട് 20%. ഒരു ഡസൻ പെയർ എന്ന് പറഞ്ഞാൽ ഒരു ഡസൻ എന്ന് പറഞ്ഞാൽ 12 പെയർ ഗ്ലൗസ്. 12 പെയർ ഗ്ലൗസിന്റെ 200 രൂപയുടെ കോട്ട് ചെയ്തത് 20% ഡിസ്കൗണ്ട്. 20% ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ 40 കുറച്ച് 10% 20 40 കുറച്ച് 160 രൂപയ്ക്ക് കിട്ടുമായിരുന്നു. ഹൗ മെനി പേഴ്സ് ഓഫ് ഗ്ലൗ ക്യാൻ ബി ബോട്ട് ഫോർ 320? 320 രൂപയാണെങ്കിൽ കോസ്റ്റ് പ്രൈസ് 12 പേരിന്റെ കോസ്റ്റ് പ്രൈസ് ആണ് നമുക്ക് 160. അപ്പോൾ 320 ആകുമ്പോൾ എത്ര പേർ മേടിക്കാൻ പറ്റും? ഇതിന്റെ ഇരട്ടി 24 പേർ. ഹൗ മെനി പേഴ്സ് അല്ലേ വെച്ചിരിക്കുന്നത്? അതെ, ഇതിന്റെ ഇരട്ടി ആകുമ്പോൾ ഇവിടെ എന്താവും? ഇതിന്റെ ഇരട്ടി 24 പേർ. സിമ്പിൾ ആയിട്ട് വായിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാം? ഓക്കെ, അടുത്ത ദിവസം കോസ്റ്റ് പ്രൈസ് ഓഫ് 2 ആർട്ടിക്കിൾ തന്നിട്ടുണ്ട് 4:5. സെല്ലിംഗ് ദീസ് ആർട്ടിക്കിൾ ദ ഷോപ്പ് കീപ്പർ ഗെയിൻസ് 10% ഓൺ ആർട്ടിക്കിൾ എ ആൻഡ് 20% ഓൺ ആർട്ടിക്കിൾ ബി ആൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സെല്ലിംഗ് പ്രൈസ് ഇത്രയാണ്. ഡിഫറൻസ് ബിറ്റ്വീൻ കോസ്റ്റ് പ്രൈസ് വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ഇവിടെ നമുക്ക് എക്സും വൈ ഇടാതെ ചെയ്യാൻ പറ്റത്തില്ല. ഇത് 4x ഓക്കെ, എക്സും വൈ ഇടാതെ ചെയ്യാൻ പറ്റത്തില്ല. കൺസെപ്റ്റ് അറിയണം. 4x 5x ആണ് കോസ്റ്റ് പ്രൈസ്. ഷോപ്പ് കീപ്പർ 10% ഗെയിൻ ചെയ്യുന്നു. അപ്പോൾ ഇതിന്റെ 10% എന്ന് പറഞ്ഞാൽ എന്താ? 10% എ 20% ബി. അപ്പോൾ ഡിഫറൻസ് എടുക്കുമ്പോൾ ഇതാണ് കൂടുതൽ. അപ്പോൾ ഇതിനകത്തായിരിക്കും എന്ന് പറയുന്നത് ഗെയിൻ കൂടുതൽ. ഇതായിരിക്കും ബിയിലുള്ള ഗെയിൻ ആയിരിക്കും കൂടുതൽ 20%. അതിന്റെ കോസ്റ്റ് പ്രൈസും കൂടുതലാണ്. അപ്പോൾ 20% 1/5. അപ്പോൾ ഇയാൾ 20% ഗെയിൻ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ
5x കൂടെ 5x ഓൾറെഡി ഉണ്ട്, അതിൻ്റെ കൂടെ എത്രയാണ് ആയി കിട്ടുന്നത് 5x/x ആണ്. കോസ്റ്റ് പ്രൈസിന്റെ ഇൻറ്റു 20%, അതായത് 1/5. അത് എക്സ് ആണെന്ന് പറയുന്നതായിരിക്കും പ്രോഫിറ്റ് കിട്ടുന്നത്. അപ്പോൾ അയാളുടെ സെല്ലിംഗ് പ്രൈസ് എത്ര ആയിരിക്കും 6x ആയിരിക്കും. ഇനി ഇവന്റെ എയുടെ എന്തായിരിക്കും എ 10%, 10% പറഞ്ഞാൽ 4x-ന്റെ 10%, അതാണ് 0.4x. 0.4x ആയിരിക്കും എക്ക് കിട്ടുന്നത്. അപ്പോൾ ഇവന്റെ ലാഭം സെല്ലിംഗ് പ്രൈസ് എത്രയാണ് 4.4x ആണ്. 0.4 ഇവിടെ ലാഭം കിട്ടും 10%, ഇവന് ഇവിടുത്തെ 20% 1/5 ലാഭം കിട്ടും. ഇതിന്റെ ഡിഫറൻസ് 6x - 4.4x എന്ന് പറഞ്ഞാൽ 1.6x ആണ് അല്ലെ. 1.66ന്റെ വാല്യൂ ആണ് 450. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ കിട്ടും 16, 3 0 1 0 കിട്ടും 300. എക്സിന്റെ വാല്യൂ 300 ആണ്. ഡിഫറൻസ് ഇൻ കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എത്രയാണ് 4x - 5x എത്രയാണ് എക്സ് തന്നെ, എക്സിന്റെ വാല്യൂ എത്രയാണ് നമുക്ക് 300 ആൻസർ ഓപ്ഷൻ ബി. അപ്പോൾ ഇതൊക്കെ അടിപൊളി ക്വസ്റ്റ്യൻസ് ആണ്. ഇത് കാണുമ്പോൾ ഞാൻ ചെയ്യുമ്പോൾ ഇത്ര എളുപ്പമായിട്ട് തോന്നും, പക്ഷെ നിങ്ങൾ സ്വന്തമായിട്ട് ആദ്യം ഒന്ന് ചെയ്ത് നോക്കണമായിരുന്നു. ഓക്കെ, അപ്പം മനസ്സിലാവും ഇതിന്റെ ലെവൽ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ ഏകദേശം 17-18 ക്വസ്റ്റ്യൻസ് ചെയ്തു. നല്ല ക്വസ്റ്റ്യൻ ചെയ്തു. കാൽക്കുലേഷൻ ചെയ്തു. എന്താണ് പെർസെൻറ്റേജ് പഠിക്കേണ്ട ഇമ്പോർട്ടൻസ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. എന്താണ് ഡെയിലി മാത്സിന്റെ എക്സസൈസ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായി കാണും. അപ്പോൾ നിങ്ങളുടെ ബേസ് സെറ്റ് ആണോ, നിങ്ങൾ എല്ലാവരെ പോലെ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യം മനസ്സിലായി കാണും. ഫൗണ്ടേഷൻ ബാച്ച് എടുക്കേണ്ടതിന്റെ ആവശ്യകത മനസ്സിലായി കാണും. ബാക്കിയെല്ലാം ക്ലാസ്സുകൾ കാണേണ്ട ആവശ്യകത മനസ്സിലായി കാണും. അപ്പോൾ എപ്പം നിങ്ങൾ തുടങ്ങുന്നു, അപ്പം നിങ്ങൾ നന്നായിട്ട് പഠിക്കുന്നു, അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എല്ലാ കോമ്പറ്റീഷനും നിങ്ങൾക്ക് ബീറ്റ് ചെയ്യാൻ പറ്റും. അതിന്റെ കാര്യങ്ങളെല്ലാം നന്നായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഫോളോ ചെയ്യാം. ഓക്കെ, അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, ടെലിഗ്രാം ചാനലൊക്കെ ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനിയും ഇതുപോലത്തുള്ള ഒരുപാട് അടിപൊളി കണ്ടന്റ്, ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടന്റ് നമ്മുടെ ചാനലിലുണ്ട്. എല്ലാവരും എന്ത് ചെയ്യുക, ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, അത് കാണുക. അത്ര ക്വാളിറ്റിയാണ് ഫ്രീ ആയിട്ട് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ല. ഒരു ചാനലും ഇല്ല, ഒരു ചാനലും അതിന് ഉണ്ടാവാനും പോകുന്നില്ല, ഞാൻ ഉറപ്പ് തരാം. കാര്യം നമ്മുടെ ക്ലാസ് എന്താണ് വീണ്ടും തന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പം അത്രയും മാക്സിമം യൂസ് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. എല്ലാവരും ജോലി കിട്ടട്ടെ, എല്ലാവർക്കും നന്നായിട്ട് എഴുതാൻ പറ്റട്ടെ. ഓക്കെ, പിന്നെ ഒരു മാസം കൂടെ നമ്മൾ CHSL അത് കഴിഞ്ഞ് CGL വരുന്നുണ്ട്. എല്ലാവർക്കും നന്നായിട്ട് ചെയ്യാൻ പറ്റട്ടെ. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, എല്ലാവരും കമന്റ്, നിങ്ങളുടെ ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായം കമന്റ് ചെയ്ത് പറയാം. നമ്മൾ എനിക്ക് അടുത്ത ക്ലാസ് ചെയ്യുമ്പോൾ എന്തായാലും ഞാൻ ക്ലാസ് ചെയ്യുമ്പോൾ എന്താണ് ഒരു ഹാപ്പിനെസ് ആണ്, കുറച്ചുകൂടെ ഊർജ്ജം കിട്ടും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ക്ലാസ്സിനെ പറ്റിയുള്ള കമന്റുകൾ പറയാൻ പറയുന്നത്. ഓക്കെ, താങ്ക് യു.